അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം. ഓക്കെ ശരി. അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ. ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്ത നാട്യ കലാലയയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നിത്യതി മക്കൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴയിൽ നിന്ന് ശശികുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആവശ്യപ്പെട്ട ഒരു ഗാനമാണ്. ഏതാണ്? പഠിക്കൂ. ശ്രീവിനായകം ഓക്കെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശാസ്ത്രീയ സംഗീത തലത്തിലെ ഗാനമാണ്. പക്ഷേ മക്കളെല്ലാവരും കറക്റ്റ് ഭാരത നടനത്തിൽ അത് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ശാക്തയും സുന്ദരവും കൂടെ ആയിട്ട് സമ്മിശ്രമായിട്ട് നിങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കട്ടെ. അപ്പോൾ നിങ്ങളോട് ഈ ഒരു നൃത്തം അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിനായിട്ട് അദ്ദേഹത്തിനൊരു നല്ല നന്ദി പറഞ്ഞോ. ഒരുപാട് ദിവസമായാലും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത ആഴ്ച മുതൽ ഞാനും വരും. അപ്പം ഇന്നും കൂടെ ഒന്നിച്ചിരി ഇപ്പോഴും തൊണ്ട ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുക. നാടൻ കെടുത്തു. എങ്ങനെയുണ്ട്? ഇപ്പം ചെയ്യാം. ഉദ്ദേശം ഒരു മണിക്കൂർ സമയം. അപ്പോൾ 1 മണിക്കൂർ സമയം കൊണ്ടാണ് കറക്റ്റ് കൊറിയോഗ്രാഫി ചെയ്തെടുത്തത്. പറഞ്ഞു. അയ്യേ സിഗ്മോൾ ഇങ്ങനെ മൈക്ക് വെച്ച് അങ്ങോട്ട് ആരേലും പറയൂ, ഇവിടെ ഇങ്ങോട്ട് ആരേലും പറയൂ. ആരും പറയില്ലേ? അപ്പൊ ഡാൻസ് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ ഇച്ചിരി ടെൻഷനായിട്ടിരിക്കുമല്ലേ? ടെൻഷൻ ഉണ്ടോ? നിങ്ങൾ പോയി ഡയറക്റ്റ് ചെയ്ത് പാടത്തും വരമ്പത്തും ചെയ്തപ്പോ ഒരു ടെൻഷൻ ഇല്ല. ഇപ്പൊ ടെൻഷനാ. ഒറ്റ ഷോട്ട് അല്ലേ, അപ്പൊ ഭയങ്കര പേടി. ശരി. അപ്പോഴേ നമ്മുടെ ഇങ്ങനെയുള്ള ഡാൻസ് വീഡിയോസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കാണുവാനായിട്ട് വളരെ ചെറിയൊരു തുകയ്ക്കായിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇല്ല അതിപ്പോൾ കാണിക്കത്തില്ല. ഡിസ്ക്രിപ്ഷനിലോ ചാനലിലോ ആയിട്ട് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ റെഡി മക്കളെ? 1 ആരാ പാട്ടിടുന്നേ? റെഡി? 1 ഓക്കെ 1 2 3 സ്റ്റാർട്ട്. ആദ്യം കുറെ ഇതുണ്ടല്ലേ. ശ്രീവിനായകം നമാമ്യകം ശ്രീവിനായകം നമാമ്യകം ശ്രീവിനായകം നമാമ്യകം ദയാനിധിം ശുഭവരദ ശ്രീവിനായകം നമാമ്യകം ദയാനിധിം ശുഭവരദ ശ്രീവിനായകം നമാമ്യകം ദയാനിധിം ശുഭവരദ ശ്രീവിനായകം നമാമ്യകം ദയാനിധിം ശുഭവരദ ശ്രീവിനായകം നമാമ്യകം നമാമ്യകം വരഗജവദനം അനന്വയചരിതം വരഗജവദനം അനന്വയചരിതം കരുണാരസ ലസിതോത്പലനയനം വരഗജവദനം അനന്വയചരിതം കരുണാരസ ലസിതോത്പലനയനം കലിമലരഹിതം കലിമലരഹിതം സുരഗണമുദിതം കലിമലരഹിതം സുരഗണമുദിതം വ്യാസനാരരാതിപൂജിത പാദം ശ്രീവിനായകം
ശ്രീവിനായകം നമാമ്യകം ദയാനിധിം ശുഭവരദ ശ്രീവിനായകം നമാമ്യകം ശ്രീവിനായകം നമാമ്യകം അഭീഷ്ടവരദം അനുഗ്രഹഫലദം അഭീഷ്ടവരദം അനുഗ്രഹഫലദം സുരഭീമധുര വരോദയ ചതുരം അഭീഷ്ടവരദം അനുഗ്രഹഫലദം സുരഭീമധുര വരോദയ ചതുരം ചിന്മയരൂപം ചിത്രസഭരിതം ചിന്മയരൂപം ചിത്രസഭരിതം കേതകീ പുരോല്ലസിതം ദേവോ ശ്രീവിനായകം നമാമ്യകം ദയാനിധിം ശുഭവരദ ശ്രീവിനായകം നമാമ്യകം രിഗപനി സാനി ഗവനി ശ്രീവിനായകം സരി നി സ പനി ഗപ പനി സരി ഗപനി ശ്രീവിനായകം నిజరిగ పని సరి గవని సరి ని భగ పని శ్రీ గగరి గరి దరి దని బసరి గవని శ్రీ సరి గరి గప గపని సరి గరి బగరి సరి సని బగరి సరి గపని శ్రీ గగరి గగ గగరి గగరి సని సరి సరి రి 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 గరి సని రి సని బ బ పని ని గగ గగరి గగరి సని సబ ని సరి సబ గ గని ని బ ని సరి సని సగరి సరి సని గరి సని బరి దాని బగ సని బగరి ని బగరి స బగరి సని 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 భవని సరి గని సరి గ బ సని గ బని రి గ పని స గ బ ని సరి పని సరి గ బగరి సని గరి సని పని గ పని స సని గ బని శ్రీ వినాయకం నమామ్యകം దయానిధిం శుభవరద శ్రీవినాయకం నమామ్యకం ശ്രീ ഓക്കെ മക്കളെ, അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കറക്റ്റ് 1 മണിക്കൂർ സമയം ബേസ് ചെയ്തത് മനോഹരമായിട്ടുണ്ട്. അതുപോലെ ശാക്തയും സുന്ദരവും ആ സമ്മിശ്രമാക്കിയിരിക്കുന്നതും മനോഹരമായിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്നുള്ള ശശികുമാർ എന്ന ആ സഹോദരന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന അഭിപ്രായവും കൂടെ ചോദിക്കുന്നു കേട്ടോ. അയ്യോ ഇഷ്ടപ്പെട്ടില്ലെന്നിങ്ങനെ അറിയിക്കൂ. അയ്യോ നാണക്കേടുവല്ലേ. അത് കുഴപ്പമില്ല. നെഗറ്റീവ് കമന്റ്സിനോ നെഗറ്റീവ് അഭിപ്രായത്തിനോ അതൊക്കെയല്ലേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ ബലം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധിമോള് ലാസ്റ്റ് ചെയ്ത് ഇങ്ങനെ തളർന്ന് നിൽക്കുക, ക്ഷീണിച്ച് പറയാനൊക്കോ? ക്ഷീണമൊന്നുമില്ല. ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധിമോളെ? കൊള്ളായിരുന്നു. നന്നായിട്ട് ചെയ്തോ? ഇത്തിരി വയ്യായികയൊക്കെ ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ എനിക്ക് സമയം കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് സിദ്ധിമോൾ ഇച്ചിരി വയ്യായിക ആയതുകൊണ്ട് ഫുഡ് ഒന്നും കറക്റ്റ് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോ കൊറിയോഗ്രാഫി കുറച്ച് ലൈറ്റ് ആയിട്ടാ ചെയ്തേക്കുന്നത്. ഒരുപാട് സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉള്ളത് വൃത്തിക്ക് ചെയ്തു എന്നാണ് വിശ്വാസം. ഓക്കെ, ജനമോളെ, വാസുകിക്കുട്ടി എന്തൊക്കെയുണ്ട്? ഇങ്ങനെയുണ്ട്? നല്ലായിരുന്നു. എപ്പോ ചോദിച്ചാലും നല്ലായിരുന്നു. നല്ലതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തെറ്റിയൊന്നുമില്ല. ഒരു കാര്യം ഇങ്ങനെ ഡൗട്ട് ഉണ്ട്. ഞാൻ
ഇങ്ങനെ കറങ്ങിയപ്പോൾ അഭിരാമി കയറുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടാണ് പണം അഭിരാമി കയറിയോണ്ട് ഞാൻ അന്ന് കളിക്കാണ്ട് പോയതാ. ഞാൻ വിചാരിച്ചു അതുകൊണ്ടാ വലിയ പ്രശ്നമല്ല. അതിന് ശേഷം നമുക്ക് ശരിയാക്കാം. അതേ ഉള്ളു, അതുകൊണ്ട് അല്ലാണ്ട് എല്ലാം കറക്റ്റ് കളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? ചേച്ചി എന്നെ വഴക്കും അറിയരുത്, എന്ത് പറയണോന്നറിയില്ല. ഞാനേ തെറ്റിച്ച് അതെനിക്ക് അറിയണം. ആ പാട്ട് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. പക്ഷെ ഞാൻ കളിച്ചു, ഒരു അറപ്പോ അങ്ങനെ ഒന്നും കാണിച്ചില്ല. പക്ഷെ ഞാൻ തെറ്റിച്ച്. ദേ നല്ല ന്യായമല്ലേ പാട്ട് മറന്നുപോയെന്ന്. ആ പാട്ട് ഞാൻ മറന്നു. അത് ഞാൻ അവിടെ വെച്ച് കളിച്ച് നന്നായിട്ട് കളിച്ചതാ. ഇവിടെ വന്നപ്പോ പാട്ട് മറന്നു. അവിടെ വെച്ച് കളിച്ചപ്പോ അങ്ങ് ഷൂട്ട് ചെയ്താൽ മതി. പറഞ്ഞു അല്ലാണ്ട് കുഴപ്പമില്ല. പക്ഷെ ജതി ഇച്ചിരി തെറ്റി. പക്ഷെ ഞാൻ കൈ നിട്ടങ്ങ് കളിച്ച് തീർത്തു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? എല്ലാം ചെയ്തു. ആകെ ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ കാരണം കൈ ചെറിയൊരു അറപ്പൊന്നു ഇങ്ങനെ ഒന്നൊക്കെ പോയി. അല്ലാതെ എല്ലാം ചെയ്തു. ശരി മക്കളെ, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ആദ്യവും ചേച്ചി ഉണ്ടായിരുന്നു. കറക്റ്റ് ചേച്ചി മാറി നിന്നിട്ട് എന്റെ പോഷത്തിയപ്പോൾ വീണ്ടും വന്നു. എന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ. ഞാൻ ഭയങ്കര കാര്യത്തിൽ ഇട്ടതായിരുന്നു. ചേച്ചിയെ കണ്ടത് ഞാൻ കാണുന്നവരും കേൾക്കുന്നവരും വിചാരിക്കും ഞാൻ ഏതോ പൂതനെയാണ്. എന്റെ ആ സ്റ്റെപ്പ് പോയി. ഞാൻ വേറെ എന്തൊക്കെയോ കളിച്ച് ആ സമയത്ത്. പക്ഷെ അല്ലെ ഒന്ന് തിരുത്തിയെങ്കിലും പറ. അപ്പൊ നിങ്ങളത് അംഗീകരിച്ചല്ലേ അതിനർത്ഥം? അല്ല, അതെ 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 ചേച്ചി പറഞ്ഞതാണ് ശരി. ചില സമയത്താവാറുണ്ട്, ചില സമയത്ത് ഡാൻസിന്റെ സമയം രാക്ഷസിയാണെന്ന് അങ്ങനെ ചെറുതായിട്ടൊന്ന് പേടിച്ചു. കറക്റ്റ് സമയം ഞാൻ നോക്കിയതും ചേച്ചി ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോഴേ കയ്യിന്ന് പോയി. അനാമിക മോളെ അത് നല്ല രസമായിരുന്നു തോന്നുന്നു. നല്ല സ്റ്റെപ്പായിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മീൻസ് എല്ലാരും കളിച്ചതോ മൊത്തത്തില്. പിന്നെ എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് മൈൻഡൊക്കെ ഇത്തിരി വീക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് അധികം വേണ്ട, ഉള്ളത് വൃത്തിക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അത് ഞാൻ സിമ്പിളായിട്ട് ആയതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് കളിച്ചാൽ മതിയായിരുന്നു. പിന്നെ എനിക്കൊരു ആശ്വാസം എന്ന് വെച്ചാൽ എനിക്ക് വെച്ചിരുന്ന പോർഷൻ നല്ല പാടാണ്, അതാണ് അനാമിക ചെയ്തത്. അതിന്റെ താളം നല്ല, പക്ഷെ താളം കിട്ടി ചേച്ചി എനിക്ക് കറക്റ്റ്. അതായത് അതിന് ആ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ കളിച്ചാലേ കറക്റ്റ് കിട്ടൂ. അഭിരാമിയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ എന്റെ ഇതുകൂടെ പോയി. പക്ഷെ എന്നാലും ഇവരെല്ലാരും കളിച്ചു കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കോസ്റ്റ്യൂമിൽ നിന്ന് ഒരുപാട് നാൾക്ക് ശേഷം വന്നത്, അതിന്റെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. നല്ലതായിട്ടുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് അദ്ദേഹം ആവശ്യപ്പെട്ട പോലെ തന്നെ ഉള്ള ഒരു ഗാനം അമ്പലപ്പുഴയിൽ നിന്നുള്ള ശശികുമാർ എന്ന സഹോദരൻ പറഞ്ഞ ഈ ഗാനത്തിന് കൃത്യം 1 മണിക്കൂറിൽ നമ്മുടെ നിത്യതി മക്കൾ ഭാരതനടനത്തിൽ കൊറിയോഗ്രാഫി ചെയ്തത് എങ്ങനെയുണ്ടെന്ന് കൂട്ടുകാരൊക്കെ അറിയിക്കട്ടെ. ഇതുപോലുള്ള വീഡിയോസൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഇന്ന് നല്ലൊരു വീഡിയോ കാണാം. നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ. പാട്ട് മറന്നുപോയല്ലേ?